ായിരിക്കും പോലീസിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. ഏതായാലും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കന്യാകുമാരിയിൽ നിന്ന് യാത്ര തിരിച്ച് അവിടെ എത്തണമെങ്കിൽ 12 മണിക്കൂറിലധികം താഴെ റണ്ണിംഗ് ടൈം ഉണ്ട്. ഇതിനിടയിൽ ഇപ്പോൾ ഹരികൃഷ്ണൻ ഒരു വിവരം അറിയിക്കുന്നുണ്ട്. കുട്ടി ചെന്നൈയിൽ എത്തി എന്നത് ACP നിയാസ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് കൂടി ഇപ്പോൾ ഹരികൃഷ്ണൻ അറിയിക്കുന്നുണ്ട്. ചെന്നൈയിൽ നിന്ന് സഹോദരൻ താമസിച്ചു എന്ന് കരുതപ്പെടുന്ന സ്ഥലം, അതായത് ബാംഗ്ലൂർ എന്ന് ഇപ്പോൾ പറയുന്ന ബാംഗ്ലൂരിലേക്കോ അല്ലെങ്കിൽ ഗുവാഹട്ടിയിലേക്കോ പോകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പോലീസ് സംശയിക്കുന്ന ഇപ്പോൾ ഹരികൃഷ്ണൻ അറിയിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് ഔദ്യോഗികമായി കുട്ടി ചെന്നൈയിൽ എത്തിയെന്ന് സ്ഥിരീകരിച്ചു എന്നാണ് ഹരികൃഷ്ണൻ അറിയിക്കുന്നത്. ഷഫീദ്, ഉന്മേഷ്, അതിന് സാധ്യതയുണ്ട്. കാരണം അത് തന്നെയാണ് പോലീസ് നേരത്തെയും പറഞ്ഞ കാര്യം. അതായത് ഈ ചെന്നൈയിലേക്ക് കുട്ടി എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു പോലീസിന്റെ കഴിഞ്ഞ 2 മണിക്കൂറിലെ അന്വേഷണം. ഇപ്പോൾ പോലീസ് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു ചെന്നൈയിൽ നിന്ന് സഹോദരൻ താമസിക്കുന്ന സ്ഥലമായ ബാംഗ്ലൂരോ ഗുവാഹട്ടിയിലേക്കോ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോലീസ് പറയുന്ന മറ്റൊരു കാര്യം കൂടി ഏതാണ്ട് ഉറപ്പിക്കുകയാണ്. അതായത് പ്ലാൻഡ് ആയിരുന്നു ആ കുട്ടിക്ക് ഈ യാത്രയെക്കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നു. മുൻധാരണ പ്രകാരമാണ് കുട്ടി പോയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് കന്യാകുമാരിയിൽ വെച്ച ഈ ട്രെയിനിലെ ശുചീകരണ തൊഴിലാളികൾ അവർ കാണാതെ അല്ലെങ്കിൽ അവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ട്രെയിനിലേക്ക് കയറാനുള്ള ശ്രമം ആ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏതായാലും ചെന്നൈയിൽ കുട്ടിയെന്ന് എത്തിയെന്ന് സ്ഥിരീകരിക്കുമ്പോൾ അതിൽ പോലീസിനെ സംബന്ധിച്ച RPF ഒരു 1.5 മണിക്കൂറായി ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പരിശോധന നടത്തുന്നുണ്ട്. അതിൽ CCTV ദൃശ്യങ്ങൾ ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാകാം. ചില ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം സ്ഥിരീകരണം. നമുക്കിപ്പോഴും ഉറപ്പിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അങ്ങനെ എത്തി എന്നുള്ള സ്ഥിരീകരണം കേരള പോലീസിന് ലഭിച്ചെങ്കിൽ കേരള പോലീസിന്റെ അടുത്ത ആക്ഷൻ ഈ ചെന്നൈയിലേക്കായിരിക്കും. ചെന്നൈയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുക, മറ്റ് സ്ഥലങ്ങളിലേക്ക് സാധ്യത അന്വേഷിച്ചുള്ള പരിശോധന അതായിരിക്കും നടത്തേണ്ടതല്ല. ചെന്നൈയിൽ തന്നെ കുട്ടിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. ഏതായാലും പോലീസ് വളരെ വ്യാപകമായിട്ടൊരു തെരച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. വിശദമായ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഉന്മേഷ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിർണായകമായ ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് കുട്ടി ചെന്നൈയിൽ എത്തി എന്നത് പോലീസ് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. കേരള പോലീസ് സ്ഥിരീകരിക്കുന്നു. കഴക്കൂട്ടം ACP നിയാസ് തന്നെ ഇക്കാര്യം അറിയിച്ചതായി ഹരികൃഷ്ണൻ അവിടെ നിന്ന് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ കേരള പോലീസ് സംഘം ചെന്നൈയിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ചെന്നൈയിലെത്തിയ ട്രെയിനിലാണ് കുട്ടി എത്തിയത് എന്നതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. അതിൽ നിർണായകമായത് 2 CCTV ദൃശ്യങ്ങളാണ്. നേരത്തെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ച അതേ ദൃശ്യങ്ങൾ. അതിൽ ഒന്ന് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യമാണ്. പെൺകുട്ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി വെള്ളം ശേഖരിച്ച് അതേ ട്രെയിനിലേക്ക് തിരിച്ചു കയറുന്ന ഒരു ദൃശ്യം. അതിന് തൊട്ടു പിന്നാലെ പുറത്തു വന്ന ദൃശ്യമെന്ന് പറയുന്നത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യമാണ്. കുട്ടി ഏത് ട്രെയിനിലാണോ വന്നിറങ്ങിയത് അതേ ട്രെയിനിൽ തന്നെ തിരികെ കയറുന്ന ദൃശ്യം. ആ ട്രെയിൻ കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ട്രെയിനാണ്. കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ആ ട്രെയിനിൽ പെൺകുട്ടി അങ്ങനെ കയറിയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് പോലീസ് എത്തിച്ചേരുകയായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ കുട്ടി ഇപ്പോൾ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് ഇതിനോടകം. കാരണം ഇന്ന് രാവിലെ 6:45 ആ ട്രെയിൻ എത്തിയിട്ടുണ്ട് ചെന്നൈയിൽ. അങ്ങനെയെങ്കിൽ പെൺകുട്ടി രാവിലെ തന്നെ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇനി എവിടെയൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിലൊന്ന് ബംഗളൂരുവാണ്, മറ്റൊന്ന് ഗുവാഹത്തിയാണ്. കുട്ടിയുടെ സ്വദേശം എന്ന് പറയുന്നത് അസമാണ്. കുട്ടിയുടെ സഹോദരൻ ജോലി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ബംഗളൂരുവാണ്. പക്ഷേ ആ സഹോദരൻ ജോലി ചെയ്യുന്നത് ബംഗളൂരുവിലാണ് എന്നത് കുട്ടിക്ക് അറിയാമായിരുന്നു എന്നതിൽ ഒരു വ്യക്തതയില്ല. ചെന്നൈയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് എന്നിങ്ങനെയായിരുന്നു അവർക്കുണ്ടായിരുന്ന വിവരം എന്നൊക്കെ നേരത്തെ വാർത്തകൾ വന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ പോലീസ് അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തുമായിരിക്കും. പക്ഷേ ഇപ്പോൾ കുട്ടി ചെന്നൈയിലെത്തി എന്നുള്ള കാര്യം കഴക്കൂട്ടം ACP തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാണ് ഹരികൃഷ്ണൻ അവിടെ നിന്ന് അറിയിക്കുന്നത്. അങ്ങനെ പോലീസിന്റെ അന്വേഷണം ചെന്നൈയിലേക്ക് എത്തുന്നു. ഇന്ന് രാവിലെ തന്നെ കുട്ടി ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് എവിടേക്ക് തിരിച്ചു കുട്ടി, അല്ലെങ്കിൽ എവിടെയാണ് ഇപ്പോൾ കുട്ടി ഉള്ളത്, ഇനി അതുമായി ബന്ധപ്പെട്ടാണ് പോലീസിന്റെ അന്വേഷണം നടക്കേണ്ടത്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, അപ്പോൾ ഈ ചെന്നൈയിലെത്തി കുട്ടിയെന്ന് പോലീസ് ഏറെക്കുറെ സ്ഥിരീകരിക്കുമ്പോൾ അതിനുശേഷമുള്ള സാധ്യതകൾ, കാരണം ഇന്ന് രാവിലെ ഒരു 6:30 എത്തിയതാണല്ലോ കുട്ടി ചെന്നൈയിൽ, എന്തൊക്കെയാണ് പോലീസ് കണക്കൂട്ടുന്ന സാധ്യതകൾ ഷഫീദ്? ഉന്മേഷ, പ്രധാനമായും നമുക്ക് ഈ ചെന്നൈയിൽ കുട്ടി എത്തിയെന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം പോലീസ് നടത്തുമ്പോൾ ഇനി സാധ്യതകൾ പലതാണ്. അതിലൊന്നാമത്തെ കാര്യം ഈ കുട്ടിയുടെ സഹോദരനുള്ള സ്ഥലങ്ങളിലേക്ക് കുട്ടി പോകാനുള്ള സാധ്യത, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലം കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു, അതല്ലെങ്കിൽ മൂന്നാമതൊരു സാധ്യത ചെന്നൈയിൽ തന്നെ കുട്ടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. ഈ 3 സാധ്യതകളും കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പോലീസിന്റെ പരിശോധന. അതായത് ബാംഗ്ലൂർ അല്ലെങ്കിൽ ഗുവാഹട്ടി, ഈ 2 സാധ്യതകൾ പോലീസ് കാണുന്നുണ്ട്. ആ സമയത്ത് അവിടെ നിന്ന് പുറപ്പെട്ട ട്രെയിനുകളുടെ വിവരങ്ങൾ എടുക്കണം. ആ ട്രെയിനുകളിൽ കുട്ടി കയറിയിട്ടുണ്ടോ എന്നുള്ള CCTV ദൃശ്യം ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം. അങ്ങനെ വലിയ രീതിയിൽ
ഒരു എഫേർട്ട് പോലീസിന് മുൻപാകെ ഉണ്ട്. വലിയൊരു ടാസ്ക് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കന്യാകുമാരിയിൽ മാത്രം പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിക്കാൻ എടുത്ത സമയം ഒരു ദിവസമാണ്. അപ്പോൾ ചെന്നൈ പോലൊരു വലിയ റെയിൽവേ സ്റ്റേഷനിൽ അതിനപ്പുറം സമയമെടുക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതായാലും പോലീസ് അവിടെ എത്തി. കേരള പോലീസ് ഇപ്പോൾ എത്തിയ സ്ഥിതി നമ്മൾ വൈകിട്ട് 3:30 മുതൽ പറയുകയായിരുന്നു. ഈ RPF ഉദ്യോഗസ്ഥരോട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ സംസാരിച്ചിട്ടുണ്ട്. ചെന്നൈയിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ടുണ്ട്. ആ കുട്ടി അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പിക്കുകയായിരുന്നു. ആദ്യ ക്ലൂ കിട്ടിയപ്പോൾ മുതൽ പോലീസ് ലക്ഷ്യം വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോൾ ആ ക്ലൂ ഉറപ്പിക്കുന്നു. ചെന്നൈയിൽ കുട്ടി എന്നുള്ള സ്ഥിരീകരണം വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ കേരളത്തിൽ നിന്ന് കന്യാകുമാരിയിൽ എത്തിയ പോലീസ് സംഘം അവർ ഇവിടെ നിന്ന് പിന്മാറിയിട്ടില്ല. ഒരു പക്ഷേ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കടന്നുപോയിട്ടുള്ള സ്ഥലങ്ങളിൽ ആ കുട്ടി അവിടെ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒരു പക്ഷേ ഒരു അവസാനഘട്ട പരിശോധന നിലയ്ക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് ക്രോസ് ചെക്കുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകും. ഏതായാലും കേരള പോലീസിന്റെ കൂടുതൽ അന്വേഷണം നടക്കുക ചെന്നൈയിലായിരിക്കും. ചെന്നൈയിൽ എത്തിയെന്നുള്ള സ്ഥിരീകരണം അത് ഔദ്യോഗികമായി തന്നെ കഴക്കൂട്ടം ACP P നിയാസ് നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സംഘം പോകുന്നത് ചെന്നൈ കേന്ദ്രീകരിച്ച അന്വേഷണത്തിനായിരിക്കും. അവിടെ നിന്ന് ബാംഗ്ലൂർ അല്ലെങ്കിൽ ഗുവാഹട്ടി. ഈ പെൺകുട്ടിയുടെ സഹോദരൻ ഇന്ന് രാവിലെയും പറഞ്ഞത് തന്നെ വിളിച്ചിരുന്നില്ല, താനുമായി കോൺടാക്ട് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ആ പെൺകുട്ടി പ്ലാൻഡ് ആണ് എന്നുള്ള കാര്യം പോലീസ് സംശയിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ഇങ്ങനെ ഒരു സംശയം വെക്കുന്നത്. ഈ സഹോദരന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു ശ്രമമായിരിക്കാം പെൺകുട്ടി നടത്തിയത് എന്നുള്ള ഒരു നിഗമനം പോലീസ് നടത്തുന്നത്. അപ്പോൾ ആ രണ്ട് സാധ്യതകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അതല്ലെങ്കിൽ ചെന്നൈയിലെ റെയിൽവേ സ്റ്റേഷനുകൾ, ചെന്നൈയിലെ മറ്റു സ്ഥലങ്ങൾ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടിയുടെ മൂവ്മെന്റ് നടത്തും. ഈ കന്യാകുമാരിയിൽ നിന്നുള്ള ചെന്നൈ അതാണ് ഇപ്പോൾ പോലീസിന്റെ കണക്ക് കൂട്ടൽ. ആ നിലയ്ക്ക് അന്വേഷണം പുരോഗമിക്കുന്നു. ഷഫീദ്, വളരെ വേഗം തിരികെ